ഇനി അഥവാ ബ്രിട്ടീഷുകാർ വരാതിരുന്നെങ്കിലോ. നമസ്കാരം. ഇന്നലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് മാഞ്ചസ്റ്ററിലോട്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മാഞ്ചസ്റ്ററിലേക്ക് ട്രിപ്പ് പോയി അവിടെ ചെന്ന് അവിടെ ഒരു സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ മ്യൂസിയം ആ മ്യൂസിയത്തിൽ ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, അവിടെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. ബ്രില്യൻ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ മാഞ്ചസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും മാഞ്ചസ്റ്റർ ഇറ്റ്സ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. ഒരു 1805 തൊട്ട് 1895 വരെയുള്ള മാഞ്ചസ്റ്ററിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമായിരുന്നു ആ ഇൻഡസ്ട്രിയൽ എറയുണ്ടല്ലോ, ആ ഒരു ടൈമിൽ മാഞ്ചസ്റ്റർ എന്താ പറയുന്നത് ഭയങ്കര പ്രോബ്ലംസിലൊക്കെ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയല്ലേ അർബണൈസേഷൻ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് ഭയങ്കര പ്രോബ്ലത്തിലൊക്കെ ആയിരുന്നു മാഞ്ചസ്റ്റർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ കോട്ടൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിലെ കോട്ടൺ ഇൻഡസ്ട്രിയുടെ ആ ഒരു ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഒരു ലേഡി വന്നിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. കോട്ടൺ ഇൻഡസ്ട്രി അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, നമ്മൾ ഭയങ്കര വിപ്ലവ ചേഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പറയുകയാണ്, കോട്ടൺ എവിടെ നിന്നാണ് മാഞ്ചസ്റ്ററിലേക്ക് വന്നതെന്നറിയോ? ഇന്ത്യയിൽ നിന്നാണ്. ഇവർ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും 500 വർഷങ്ങൾക്ക് മുൻപേ, ലൈക്ക് മാഞ്ചസ്റ്ററിൽ ഈ കോട്ടൺ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നതിന് 500 വർഷം മുന്നേ ഇന്ത്യയിൽ കോട്ടൺ ഉണ്ടായിരുന്നു. കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. കോട്ടൺ ഉണ്ടായിരുന്നതല്ല, കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടായിരുന്നു. നമ്മൾ നെയ്ത് നമ്മൾ കോട്ടൺ തുണികൾ ഉണ്ടാക്കുമായിരുന്നു. അത്രയും മുകളിലായിരുന്നു ഇന്ത്യ, അത്രയും ടോപ്പായിരുന്നു. വേൾഡിൽ തന്നെ ഭയങ്കര വലിയൊരു ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അന്തക്കാലത്തിൽ. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു, ഇൻവേഡ് ചെയ്തു, നമ്മുടെ ട്രഷറെല്ലാം കൊണ്ടുപോയി, നമ്മുടെ റിസോഴ്സുകൾ മൊത്തം ഇവർ കൊണ്ടുപോയി, അങ്ങനെ ഭയങ്കര ബാഡാക്കി കളഞ്ഞു ഇന്ത്യയെ. പക്ഷേ ഇൻ റിയാലിറ്റി നോക്കുമ്പോൾ അവർ ലൂട്ട് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഇന്ത്യ അന്തകാലത്തിൽ ഒരു അൺബാലൻസ്ഡ് സൊസൈറ്റി ആയിരുന്നു. ഈവൻ ആ ഒരു സൊസൈറ്റീനെ അൺബാലൻസ്ഡ് ആയിട്ടുണ്ടായിരുന്ന സൊസൈറ്റീനെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി നേച്ചർ കൊണ്ടുവന്ന ഒരു ഫോഴ്സ് ആയിരിക്കാം ബ്രിട്ടീഷുകാർ. ലൈക്ക് അൺബാലൻസ്ഡ് ആയിട്ടിരുന്നൊരു സൊസൈറ്റിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കെയോട്ടിക് ആയിട്ടുള്ളൊരു ഇവൻറ്റ് കൊണ്ടുവന്നു. ദാറ്റ്സ് ഹൗ നേച്ചർ മൈറ്റ് വർക്ക്, അല്ലെങ്കിൽ കർമ്മ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം. അവർ വന്നതുകൊണ്ടിട്ട് ശരിയാണ് നമ്മളെ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി. പക്ഷേ ഓൺ ദ സ്പ്ലിറ്റ് സൈഡ് കുറച്ച് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, കുറേ പേര് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ടഡ് ആയി. അറ്റ്ലീസ്റ്റ് ആ അടിമത്തത്തിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും വെളി വരാൻ പറ്റി. ഈവൻ ദോ വലിയൊരു വളർച്ചയൊന്നും ഉണ്ടായില്ലെങ്കിലും വരാൻ പറ്റി. ഇനി അഥവാ ബ്രിട്ടീഷുകാർ വരാതിരുന്നെങ്കിൽ എന്താ, ഇന്നും ചിലപ്പോഴും മിക്കവാറും കുറേ കമ്മ്യൂണിറ്റികൾ പഠിക്കാൻ പോകാൻ പറ്റാതെ, ചിലപ്പോൾ പഠിക്കാനേ പോകില്ലായിരിക്കും, പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും, പക്ഷേ പഠിക്കാൻ പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ചില കമ്മ്യൂണിറ്റീസ് ചില മേഖലകൾ കൈയടക്കി വെച്ച് ആ രീതിയിലുള്ള രാഷ്ട്രീയം അത് ബേസ് ചെയ്തിട്ടുള്ള എവറിത്തിങ് ആ രീതിയിലായിരിക്കും. പക്ഷേ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ കാസ്റ്റ് സിസ്റ്റം, റിലീജിയസ് അന്ധവിശ്വാസം, ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ സംടൈംസ് മേ ബി ഇന്ത്യ ഇന്ന് ചൈന ഏത് രീതിയിൽ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്നോ അതിനേക്കാൾ മുകളിൽ നിന്നേനും. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ പവർഫുൾ രാജ്യം ഇന്ത്യ ആയിരുന്നേനും. പക്ഷെ എന്ത് ചെയ്യാൻ, ഈവൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പോലും നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും നമ്മളെ പുറകോട്ട് പിന്നിലേക്ക് വലിക്കുന്നത് ആരാ? ഈ റിലീജിയനാണ്, ഈ കാസ്റ്റ് സിസ്റ്റമാണ്, ഈ റിലീജിയസ് സിസ്റ്റമാണ്. ഈ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങളോ അനാവശ്യമായിട്ടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളുടെയും പുറമെ പോയിട്ട് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സീറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. സാമൂഹികപരമായി, സാംസ്കാരികപരമായി, അതിലുപരി മതപരമായി ആളുകളുടെ ഒരു ശക്തി നോക്കിയിട്ടാണ് ഓരോ സമൂഹത്തിനും ഇന്ന സീറ്റ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ കിടക്കുന്ന അത്രയും കാലം ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, ആരെയും രക്ഷപ്പെടുത്താൻ അനുവദിക്കത്തുമില്ല. താങ്ക് യു.